നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റത്തിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കാണപ്പെടുന്നു. ഇതിൽ പ്രോട്ടോണിൻ്റെ സ്ഥാനം ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്ത് സ്ഥിതി ചെയ്യുന്നു. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ് കാണപ്പെടുന്നത്. പ്രോട്ടോണിൻ്റെ ചാർജാണ് പോസിറ്റീവ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള ഒരു കണമാണ്. ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രലാണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ആരാണ് കണ്ടെത്തിയതെന്ന് നോക്കാം. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഈ ശാസ്ത്രജ്ഞരുടെ പേരുകൾ മാറിപ്പോവാതിരിക്കാൻ ചെറിയൊരു കോഡ് നോക്കാം നമുക്ക്. പെൻ RTC എന്നൊരു കോഡ് പഠിച്ചു വെച്ചാൽ ഇത് നമുക്ക് കൃത്യമായി ഓർത്തു വെക്കാം. പെൻ RTC. P പ്രോട്ടോൺ, R റുദർഫോർഡ്, E ഇലക്ട്രോൺ, T തോംസൺ, N ന്യൂട്രോൺ, C ചാഡ്വിക്. പെൻ RTC എന്ന കോഡിലൂടെ ഇത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്തു വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അറ്റോമിക നമ്പറും മാസ് നമ്പറും എന്താണെന്ന് നോക്കാം. ഒരു മൂലകത്തിലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ പ്രസ്തുത ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഒരു മൂലകത്തിലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. ഇതിനെ Z എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂട്രൽ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അതായത് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. ഒരു മൂലകത്തിലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ അതിൻ്റെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. ഒരു മൂലകത്തിലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. ഇതിനെ A എന്ന് സൂചിപ്പിക്കാം. മാസ് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. ചോദ്യം: ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 9, മാസ് നമ്പർ 19. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എത്ര? ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 9, മാസ് നമ്പർ 19. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എത്ര? വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണിത്. മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 9 എന്ന് തന്നിരിക്കുന്നു. നമുക്കറിയാം അറ്റോമിക നമ്പർ 9 ആകുമ്പോൾ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം 9 ആയിരിക്കും. പ്രോട്ടോണുകൾ 9, ഇലക്ട്രോണുകൾ 9. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയതാണ്. ഇവിടെ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പ്രോട്ടോണുകളുടെ എണ്ണം 9 ആണ്. മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. മാസ് നമ്പർ 19, പ്രോട്ടോണുകളുടെ എണ്ണം 9. 19ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 10 കിട്ടുന്നു. 10 ന്യൂട്രോണുകളുടെ എണ്ണം. ഇന്നത്തെ ക്ലാസ്സിൽ ആറ്റത്തിലെ മൗലിക കണങ്ങളായ പ്രോട്ടോണുകളെയും ഇലക്ട്രോണുകളെയും ന്യൂട്രോണുകളെയും കുറിച്ചും അറ്റോമിക നമ്പർ, മാസ് നമ്പർ
എന്നിവയെക്കുറിച്ചുമുള്ള ചില പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.